ജംഉ ഹിമ്മത്തി നഫ്സി അലൈഹി, അതായത് ഹിമ്മത്തു നഫ്സി അലൈഹി, അതായത് നമ്മളുടെ ആഗ്രഹത്തെ, നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടുക. ഇൽമ് തലബുൽ ഇൽമിന് വേണ്ടിയിട്ട് നമ്മളെ ആഗ്രഹത്തെ, നമ്മളുടെ ആ ഒരു ഹിമ്മത്തിനെ, നമ്മുടെ എന്താ പറയാ ദൃഢനിശ്ചയത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടുക. നമ്മളെ മനസ്സിൽ ദൃഢമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്ക് പഠിക്കണം എന്ന ഇത് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. പലർക്കും ഒരു പേടിയാണ് ഇൽമിലേക്ക് വരാൻ, പ്രത്യേകിച്ച് തഫ്സീർ പോലുള്ള പഠനങ്ങൾ, അറബി ഭാഷ പഠിക്കാൻ, ഹിഫ്ള് ചെയ്യാന്, പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാർക്ക് ല്ലേ, അവരൊക്കെ പറയും അയ്യോ എനിക്ക് പ്രായമായില്ലേ, എനിക്ക് എത്ര സമയമായില്ലേ, എനിക്ക് ഒരുപാട് വീട്ടുകാര്യങ്ങൾ ജോലികളുണ്ട്, അപ്പൊ എങ്ങനെയാ പഠിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു നിരാശമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കഴിയൂല പറ്റൂല എന്നുള്ള ഒരു ഒരു രീതിയാണ് പൊതുവെ നമ്മള് ഉമ്മമാർക്കിടയിൽ നമ്മൾ കാണാൻ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളല്ലേ, അല്ല ഒരിക്കലും അല്ല. നമ്മളെ ഹൃദയത്തില്, നമ്മളെ മനസ്സിൽ നമുക്ക് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്ര പ്രയാസമുള്ളവരാവട്ടെ, എത്ര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു വഴി നമുക്ക് ഒരുക്കി തരും. അതിന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഒരു വ്യക്തിയുടെ ഹിമ്മത്ത് 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. 3 കാര്യങ്ങള് കൊണ്ട് ഒരു വ്യക്തിയുടെ ഹിമ്മത്ത് നമുക്ക് ഉറപ്പിക്കാം. ഒന്നാമത്തേതെന്ന് വെച്ചാൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കണം. അല്ലേ? നമുക്ക് ഉപകാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ, നമുക്കിപ്പോ നമ്മൾ ഈ തഫ്സീർ പഠിക്കുന്ന, നമ്മള് മറ്റുള്ള ഇൽമുകൾ, ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ദുനിയാവിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യവും അതുകൊണ്ട് നാളെ ആഖിറത്തിൽ വളരെ ഫായിദയും നമുക്ക് വലിയ അജ്റുകളും ലഭിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഉപകാരമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുക, അല്ലെ? ഉപകാരമുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുക. അതോടൊപ്പം അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ഈ ഒരു കാര്യത്തോടുള്ള അതിയായ താല്പര്യം. രണ്ടാമത് എന്താ വേണ്ടത്? ഇസ്തിആനത്തു ബില്ലാ, അതായത് അത് നേടാൻ വേണ്ടിയിട്ട് ആ ഒരു വിഷയം, അല്ലെങ്കിൽ ആ ഒരു പഠനം, ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഉപകാരമുള്ള കാര്യത്തെ നേടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിയായിട്ട് ദുആ ചെയ്യുക, അല്ലെ? ഇസ്തിആന, അള്ളാഹിനോട് ദുആ ചെയ്താൽ കിട്ടാത്തത് എന്താ ഉള്ള അഖ്വാത്തുകൾ, അല്ലെ? ഒന്നുമില്ല. എല്ലാം നമ്മള് നല്ലൊരു ഇഖ്ലാസ്, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളില്ലേ, ഹൃദയം ശുദ്ധീകരിച്ച് നല്ല ഇഖ്ലാസോട് കൂടി ഈ ഹിമ്മത്ത്, നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ടുള്ള നിശ്ചയം കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ അള്ളാഹിനോട് ഉറപ്പായിട്ടും, എത്ര വലിയ പ്രയാസമുള്ള കാര്യമാണെങ്കിലും, എത്ര ഹിഫ്ള് ചെയ്യാനാണെങ്കിലും, എത്ര പഠിക്കാനാണെങ്കിലും, അത് എന്തായാലും ഒരു എളുപ്പം നമ്മുടെ മനസ്സിൽ റബ്ബ് തരും. അള്ളാഹു അത്ര മാത്രം കഴിവുള്ളവനാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനോട് അതിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യമാണ്, നമുക്ക് പൊതുവെ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വിഷയം എന്താ? അൽ അജ്മുൽ അജ്സി അനിൽ ബുലൂഗിൽ ബുഗിയത്തി മിൻ, അതായത് നമ്മളുടെ അജിത് ഉണ്ടല്ലോ, നമ്മുടെ ഒരു നിരാശമായിട്ടുള്ള നമ്മളുടെ ഒരു രീതി ഉണ്ടല്ലോ, അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അങ്ങ് ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ വലിയ റാഹത്തായിരിക്കും. നമ്മളെ മനസ്സിൽ പറ്റൂല പറ്റൂല എന്നുള്ള ചിന്ത. അൽഹംദുലില്ലാഹ്, എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു മജ്‌ലിസിൽ ഇരിക്കുന്ന എല്ലാ അഖവാത്തുകളും ആ ഒരു ചിന്തയിൽ നിന്ന് പരമാവധി ജിഹാദ് ചെയ്തിട്ടുള്ള അഖവാത്തുകളാണ്. കാരണം ഒരുപാട് അഖവാത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തുടക്ക സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു മാസം ആകുമ്പോൾ തന്നെ പേടിച്ച് ഓടിയില്ലേ, പറ്റൂല പറ്റൂല. കുറേ പേര് ലെഫ്റ്റ് ആയി തന്നെ ഈ ഒരു മൂന്നാമത്തെ വിഷയം കൊണ്ടാണ്, കഴിയൂല, അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റൂല. തീർച്ചയായിട്ടും നമ്മളതിനെ ഇതാക്കണതില്ല, റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവർക്ക് പല വിഷയങ്ങൾ ഉണ്ടാവും, വേറെ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന അഖവാത്തുകൾ ഒരുപാട് ജിഹാദ് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. നിങ്ങൾ ഈ ഒരു കഴിയില്ല എന്നുള്ള ഒരു ചിന്തയെ നിങ്ങൾ മറികടന്നാണ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു 4 മാസം നിങ്ങൾ ഈ ഒരു കോഴ്സിൽ മുന്നിട്ട് വന്നേക്കാണ്. സുബ്ഹാനല്ലാഹ്, 4-5 മാസമായിട്ടുണ്ടല്ലേ? അപ്പൊ ഇൻഷാ അള്ളാ ഇനിയും ഈ ഒരു അദമുൽ അജ്സ്, ഈ അജ്സിനെ നമ്മൾ ഒഴിവാക്കണം. നമ്മള് മനസ്സിൽ നിന്ന് ആ ഒരു നിരാശ, പറ്റൂല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് അള്ളാഹിനോട് അതിയായിട്ട് നമ്മൾ മനസ്സിൽ ദൃഢനിശ്ചയം എടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിയായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൽമ്, അത് ഒരു ഖൈർ അനുസരിച്ച് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കരസ്ഥമാക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് നൽകും. അപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലെ? ഈ 3 വിഷയങ്ങളും ഷെയ്ഖ് വെറുതെ പറയണതല്ല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? നമ്മൾ പലപ്പോഴും പല ഇതിലും മജ്‌ലിസുകളിലും പറഞ്ഞു പോയ ഹദീസാണ്, ഇഹ്രിസ് അലാ മാ യൻഫഅക വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ഷെയ്ഖ് അതിൽ പറയുന്നത്, അല്ലെ? ഇഹ്രിസ് അലാ, നിങ്ങൾക്ക് ഉപകാരമുള്ളതിലേക്ക് നിങ്ങൾ താല്പര്യം കാണിക്കുക, നിങ്ങൾ ഉഷാറ് കാണിക്കുക. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹിനോട് സഹായം ചോദിക്കുക. വലാ തഅജിസ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഈ ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും, ഒരു താലിബത്തുൽ ഇൽം എപ്പോഴും ഈ ഹദീസ് മനസ്സിൽ കാണാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ ഖാല ജുനൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു കാര്യം കൂടി, ലമാ തലബു അഹദുൻ ഷൈഅൻ ബിജിദ്ദിൻ വസിദ്ഖിൻ ഇല്ല
നാലഹു. അതായത് ഒരിക്കലും ഒരു വ്യക്തി നല്ല പരിശ്രമത്തിലൂടെയും സിദ്ഖിലൂടെയും സത്യസന്ധമായിട്ട് ഒരു വ്യക്തി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവനക്കത് ലഭിക്കാതിരിക്കൂല. അവന് ആ ത്വലബ് ചെയ്യുന്ന കാര്യം അവന് സത്യസന്ധതയുണ്ട്, നല്ല ഇഖ്ലാസ് ഉണ്ട്, ഹൃദയ ശുദ്ധീകരണം ഉണ്ട്, സിദ്ഖ് ഉണ്ട് ല്ലേ, നല്ല ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധത ഉണ്ടെങ്കിൽ അവൻ എന്തായാലും അത് ലഭിക്കും. ഫൈലം യനാലു, ഇനി അത് അവന് ലഭിച്ചിട്ടില്ല എങ്കിൽ, മുഴുവനായിട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ ല്ലേ, കുറച്ചെങ്കിലും അവന് ലഭിക്കും. ഉറപ്പായിട്ടും കുറച്ചെങ്കിലും അവന് ലഭിക്കും എന്നുള്ളതാണ് സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ പരിശ്രമിച്ചാലും നമ്മൾ സിദ്ഖോടുകൂടി പരിശ്രമിച്ചാൽ അത് നമുക്ക് എന്തായാലും ലഭിക്കും. പിന്നെ അഥവാ മുഴുവൻ ചിലപ്പോൾ ലഭിക്കണം എന്നുണ്ടായിരിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖദറായിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റണമെന്ന് വരത്തില്ല. പക്ഷേ അതിന്റെ ഒരു വിഹിതമെങ്കിലും നമുക്ക് ലഭിക്കും ല്ലേ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു 4 മാസമായി അല്ലെ, നമ്മൾ സത്യം പറഞ്ഞാല് ആഹ് അത്യാവശ്യം നല്ലൊരു ലെസൺ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. ഈ 4 മാസം കൊണ്ട് ഇത്ര സൂറത്തുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോഴും നമ്മള് സൂറത്ത് നാസിആത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, നമുക്ക് അത്ര ഇൽമ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബേസിക് ലെവൽ മാത്രമല്ല, തഫ്സീറിൽ നമ്മൾ ഒരുപാട് അങ്ങനെ വിശദമായിട്ട് നമ്മൾ മാക്സിമം പഠിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് പഠിക്കാൻ വരണ്ടാന്ന് വെച്ച് പലതും നമ്മൾ കട്ട് ചെയ്ത് കുറച്ചുകൂടെയൊക്കെ ചുരുക്കിയിട്ടാണ് പല സ്ഥലങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഏകദേശം 4 മാസം കൊണ്ട് കുറെ പോർഷൻസ് കവർ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത്ര എത്തിയുള്ളൂ. പക്ഷേ അൽഹംദുലില്ലാഹ്, നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്ര സമയം ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ 4 മാസത്തിൽ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് നമ്മൾ ജിഹാദ് ചെയ്തു. ആ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ നല്ല ജിഹാദായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കുറെ കൺഫ്യൂഷൻസ് അല്ലെ, കുറെ പ്രയാസങ്ങളൊക്കെ ആദ്യം ഉണ്ടായി. അങ്ങനെ ജിഹാദ് ചെയ്ത് നിങ്ങൾ എത്ര നേരം ഇതിനു വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള അതാണ് നമ്മൾ നോക്കേണ്ടത്, എത്ര പഠിച്ചു എന്നുള്ളതിനേക്കാളും. അപ്പൊ അതിന് നമ്മൾ നമ്മളുടെ പരിശ്രമവും നമ്മളുടെ സിദ്ഖും നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് കൃത്യമായിട്ട് നേടാനുള്ള തൗഫീഖ് നമുക്ക് എന്തായാലും നൽകും ഇൻഷാ അള്ളാഹ്. അതുപോലെ അല്ലെ നമുക്കറിയാം, ഒരിക്കലും നമ്മൾ പരിശ്രമിക്കുന്നതിന്റെ ഒരു പ്രതിഫലമില്ല. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നന്മ ചെയ്യുന്നവരുടെ, പരിശ്രമിക്കുന്നവരുടെ ഒരു അജ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാഴാക്കൂല. നമ്മൾ സത്യസന്ധമായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് ആ ഒരു പ്രതിഫലം എന്തായാലും ലഭിക്കും. ഇത് പറഞ്ഞപ്പോൾ നമ്മള് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വിദ്യാർത്ഥി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, ഞാൻ 8 വർഷമായിട്ട് ഞാൻ ത്വലബുൽ ഇൽമ് ചെയ്യാണ്, 8 വർഷമായിട്ട് ഞാൻ ഇൽമ് പഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അധികം ഒന്നും അതിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അധികം മുന്നേറാൻ ഇൽമിന്റെ വിഷയത്തിൽ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ദുനിയാവിൻ്റെതായിട്ടുള്ള ശുഗലുകളിൽ ഏർപ്പെട്ടോട്ടെ എന്ന് ഷെയ്ഖിനോട് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എന്താ, നീ 8 വർഷം നീ നല്ല സത്യസന്ധമായിട്ട് ഇഖ്ലാസോട് കൂടിയാണ് നീ പഠിച്ചതെങ്കിൽ ഈ 8 വർഷവും നീ ഇബാദത്തിലാണ് ല്ലേ. അതുകൊണ്ട് പരമാവധി നീ ഇൽമിന്റെ മജ്‌ലിസുകളിൽ നീ തുടരാൻ ശ്രമിക്കുക എന്നാണ് ഷെയ്ഖ് അദ്ദേഹത്തിനോട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര നാളിതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നോ, നമ്മളും സമയം കണ്ടെത്തുന്നു, നമ്മൾ പരിശ്രമിക്കുന്നു, അത്രയും നാളും നമ്മൾ ചെയ്യുന്നത് വലിയൊരു ഇബാദയാണ്. അപ്പൊ ആ ഒരു ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫവായിദ് എന്ന കിതാബിൽ പറഞ്ഞ ഒരു പോർഷൻ, അതൊരു ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു പോർഷനാണ്. അതിന്റെ ഒരു അർത്ഥം വരുന്നത്, ഫൈദാ ത്വലഅ നജ്മുൽ ഹിമ്മതി ഫീ ളലാമിൽ ലൈലിൽ ബത്താൽ. അതായത് നമ്മള് ഒരു എന്താ പറയാ, ഒരു പ്രതീക്ഷയുടെ അല്ലെങ്കിൽ നമ്മൾ ദൃഢനിശ്ചയത്തിന്റെ ഒരു എന്താ പറയാ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ, എവിടെ ഒന്നും കഴിയില്ല എന്ന് പറയുന്ന ഒരു രാത്രിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷയുടെ ദൃഢനിശ്ചയത്തിന്റെ ഒരു നക്ഷത്രത്തെ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ, അതൊരു സാഹിത്യപരമായിട്ട് അദ്ദേഹം പറയുന്നത്, അതിന്റെ ഒരു ഉദ്ദേശം, നമ്മൾ നിരാശയിലും നമ്മൾ ഒന്നും പറ്റൂല, ഒന്നും കഴിയൂല എന്നുള്ള ചിന്തയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയത്തില്ല എന്നൊരു ചിന്ത നമ്മൾ കൊണ്ടുവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹിമ്മത്ത് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ, തീർച്ചയായിട്ടും ഇരുട്ട് നിറഞ്ഞ നമ്മളെ വഴിയിൽ ഒരു എന്തുണ്ടാവും, ഒരു നമ്മൾ അഷ്റഖത്തിൽ അർളു ബി നൂരി റബ്ബി, അതായത് അർള് എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറ് അവിടെ പ്രകാശിക്കും അത്ര അല്ലെ. നമുക്ക് ഏവർക്കും അറിയാം, നമ്മളിങ്ങനെ പറ്റൂല പറ്റൂല കഴിയൂല കഴിയൂല എന്ന് പറഞ്ഞു പോയാൽ അത് അങ്ങനെ തന്നെ പോവും. ഷെയ്ത്താന് നിരാശയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇട്ട് നമ്മളെ കളിപ്പിക്കും. പക്ഷെ നമ്മളെ മനസ്സിൽ നമ്മളൊരു ചിന്ത എടുക്കുകയാണ്, എനിക്ക് പറ്റും, ഞാൻ എന്തായാലും പഠിക്കും, ഞാൻ ഈ പറഞ്ഞപ്പെട്ട 3 കാര്യങ്ങളല്ലേ, ഇസ്തിആനത്ത് ബില്ലാ, നമ്മള് പരിശ്രമം, അതുപോലെ ഈ ആദിമുൽ ആജിസ്, ഇതൊക്കെ ചെയ്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ ഒരു ഖൈറാണ്. കാരണം നമ്മൾ ഒരു വലിയൊരു പ്രകാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നിങ്ങളും എനിക്ക് തോന്നുന്നു ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. കാരണം ആ ഒരു ആദിമുൽ ആജിസ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നേറിയ ആൾക്കാരാണ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും നന്നായി തന്നെ മുന്നേറാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ
അദ്ദേഹം പിന്നെ പറയുന്ന ഒരു വിഷയം, നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ഹിമ്മത്തുൻ നഫ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ദൃഢനിശ്ചയത്തെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സഹായകരമാകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളായിട്ടുള്ള മുൻഗാമികളായിട്ടുള്ള ആളുകളുണ്ട് അല്ലേ, നമുക്ക് ഈ ഇൽമ് നമുക്ക് ഏറ്റവും ശരിയായ നിലയ്ക്ക് എത്തിച്ചു തന്ന അല്ലേ, നമ്മളിപ്പോഴും ഈ ഇൽമ് നമ്മൾ പഠിക്കുന്നില്ലേ, ഈ ഒരു മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ഇപ്പം ഈ തഫ്സീർ പഠിക്കുന്നില്ലേ, നമ്മളിപ്പോ പഠിക്കുന്ന തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ സഅദി പഠിക്കുന്ന, തഫ്സീർ സമീൻ പഠിക്കുന്നത്, ഇതൊക്കെ മാഷാ അല്ലാഹ് നമുക്ക് മുന്നേയുള്ള മുൻഗാമികൾ നമുക്ക് തന്നേച്ചു പോയിട്ടുള്ള ഇൽമാണ്. ആ ഇൽമ്, ആ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ നോക്കണം. അവരെങ്ങനെയല്ല ഇപ്പോഴും, അവരെത്രയോ വർഷങ്ങൾക്ക് മുന്നേ, അന്നൊന്നും ഇത്ര ടെക്നോളജി ഇല്ല. നമുക്ക് ഇന്ന് കാണുന്ന ഒരു എളുപ്പവും അന്നില്ല. ആലോചിച്ച് നോക്കിയേ, നമുക്ക് നമ്മളെ വീട്ടില് നമ്മളെ വിരൽത്തുമ്പിലിരുന്ന് പഠിക്കാൻ പറ്റുന്നത്. അന്നൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ എത്ര പ്രയാസപ്പെട്ട് യാത്രകൾ ചെയ്ത് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി അവർ എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമത്രേ. അതുപോലെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവര് നമുക്ക് ഈ ഇൽമ എത്തിച്ചു തന്നത്. അപ്പൊ ആ ഇൽമ നമ്മൾ ഇപ്പോഴും നമ്മൾ അതിന് ഫായിദ എടുക്കുന്നത്, ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും ഈ ഇൽമിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫായിദ എടുക്കും. അപ്പൊ അത്രയും അവരുടെ ഇൽമ ഒരു ഫായിദയുള്ള ഒരു വിഷയമായി മാറിയത് അവരുടെ ഹിമ്മത്തുൻ നഫ്സ്, അവരുടെ പരിശ്രമം, അവരുടെ ഇൽമിന്റെ വഴിയിൽ അവർ ഫോളോ ചെയ്ത അദബ്, അവരുടെ ഇഖ്ലാസ്, അവരുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, അങ്ങനെ അതൊക്കെ നമ്മൾ പഠിക്കണം. അവരുടെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കി നമുക്കും അതുപോലെ ആവാൻ അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പം തീർച്ചയായിട്ടും അതിന് നമുക്ക് സഹായകമാകുന്ന കുറച്ച് ചരിത്രങ്ങളാണ് പിന്നീട് ഷേഖ് അതിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അത് ഒന്ന് മനസ്സിലാക്കാം ഇൻഷാ അള്ളാഹ്. അതില് മൂന്ന് വിഷയങ്ങൾ, ഉലമാക്കളുടെ ചരിത്രങ്ങൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ആദ്യം അബു അബ്ദില്ല അഹ്മദ് ബിൻ ഹംബൽ, അതായത് നമുക്ക് ഇവർക്കും അറിയാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ വഹുവ ഫിസ്സിബ റുബ്ബമ അറാദൽ ഖുറൂജ ഖബ്ല അൽ ഫജ്ർ, അതായത് അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നു അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം വളരെ പഠിച്ചിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് തിരിച്ചറിവുണ്ടാവും നമുക്ക് ഒരു താലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇതിനു മുന്നേയും ഈ കിതാബിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഷെയ്ഖ് ഇതിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം ഖബ്ലൽ ഫജ്ർ, അതായത് ഫജ്റിന് മുന്നേ ഷുയൂഖുകൾ, അതായത് ഷെയ്ഖ്മാരുടെ അടുത്തേക്ക് പഠിക്കാനായിട്ട് പോകുവാനത്രേ, ഫജ്റിന് മുന്നേ. ചെറുപ്പത്തിലാട്ടോ, വലുതായിട്ടൊന്നുമല്ല, ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം ഇൽമിനോട് കാണിച്ച ഒരു ഹിമ്മത്താണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് അതായത് അദ്ദേഹത്തിന്റെ ഉമ്മ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ട് പറയത്രേ, അദ്ദേഹത്തിനുള്ള ഒരു കാരുണ്യം. കാരണം ഉമ്മമാർക്ക് എപ്പോഴും മക്കള് ഇങ്ങനെ ഇങ്ങനെ നേരത്തെ എണീറ്റ് പോകുന്നൊക്കെ ഒരു പ്രയാസമാണല്ലോ. അന്ന് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടം അല്ല, അന്ന് അത്ര വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലാത്ത ഒരുപാട്, എന്താ പറയാ, ആ, ഒരു ഈ എന്താ പറയാ, ഇഴജന്തുക്കളുടെയൊക്കെ ശല്യമൊക്കെ ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ഒരു റഹ്മത്ത് കാരണം ഉമ്മ പറഞ്ഞു, ഹത്താ യുഅദ്ദിന അന്നാസ് ഔ യുസ്ബിഹു, അതായത് ജനങ്ങളൊന്ന് രാവിലെ ആകുന്നത് വരെയെങ്കിലും നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നവരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യ്, അതിന് മുന്നേ ഇങ്ങനെ പോവരുതേ എന്ന് പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ ആ ഒരു ആഗ്രഹം, അവര് തൊലബുൽ ഇൽമിന് വേണ്ടി അവര് അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അത് അവരുടെ ആ ഒരു തർബിയത്തും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ ഉമ്മ കൊടുത്ത തർബിയത്തൊക്കെ അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ചെറുപ്പത്തിലേ അവർക്ക് അങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളെ മക്കളെയൊക്കെ ആ വഴിയിൽ വളർത്താനും, അത്രയ്ക്കൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് അതിന്റെ ആ ഒരു ഇതിലേക്കെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ അപ്പൊ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അതുപോലെ അൽ ഖത്തീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇസ്മായിൽ അൽ ഹീരിയുടെ അടുക്കലായിട്ട് മൂന്ന് മജ്ലിസുകളിലായിട്ട് അദ്ദേഹം സഹീഹുൽ ബുഖാരി വായിച്ചു കൊടുത്തിട്ടുണ്ടായത്രേ. നമുക്ക് ഏവർക്കും അറിയാം സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗ്രന്ഥമാണ് അല്ലെ. ഒരുപാട് നമ്മൾ അതിന്റെ റിയൽ ടെക്സ്റ്റ് കണ്ട അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അത്രയും വലിയൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ പോർഷൻസ് എന്ത് ചെയ്തു, 3 മജ്ലിസുകളിലായിട്ട് അദ്ദേഹം ഇസ്മായിൽ ഹേരിക്ക് വായിച്ചു കൊടുക്കും. നമ്മൾ ഈ ഖുറാനൊക്കെ ദൗറ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന പോലെ അന്നത്തെ ഹദീസുകളെ നമ്മൾ ദൗറ ചെയ്ത് ഹിഫ്ലാക്കിയത് വായിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ആ തരത്തിൽ വായിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പം അതിൽ ഇസ്നാനി മിൻഹുമ ഫി ലൈലത്തി, അതായത് 2 പ്രാവശ്യം അദ്ദേഹം 2 രാത്രികളിലായിട്ടാണ് അത് വായിച്ചു കൊടുത്തത്. അതായത് മിൻ വഖ്തി സലാത്തുൽ മഗ്രിബി ഇലാ സലാത്തുൽ ഫജ്ർ, അതായത് മഗ്രിബ് മുതൽ ഫജ്ർ വരെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇരുന്നാല് പിറ്റേ ദിവസം ഫജ്ർ വരെ ആയിട്ട് 2 മജ്ലിസുകൾ 2 പ്രാവശ്യം പൂർത്തീകരിച്ചു. അത് എന്നിട്ട് വൽ സാലിസ്, മൂന്നാമത്തേതെന്ന് വെച്ചാൽ രാവിലെ മിൻ ലഹ്വത്തിൻ നഹാർ, അതായത് രാവിലെ ഒരു ദുഹാ സമയം, ആ സമയം മുതൽ മഗ്രിബ് വരെയും, പിന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് മുതൽ അടുത്ത ഫജ്ർ വരെയും, അതായത് ഇങ്ങനെ 3 മജ്ലിസുകളായിട്ട് അദ്ദേഹം സഹീഹുൽ ബുഖാരി 3 പ്രാവശ്യം അത് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ചു കൊടുത്തത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അവര് അതിനു വേണ്ടി എടുത്തൊരു എഫേർട്ട് അല്ലേ.
ഒന്നോ രണ്ടോ ദിവസം 3 ദിവസം അതും ഇതിനിടയിൽ അവര് അത്യാവശ്യം എന്താ പറയാ ഫുഡ് കഴിക്കാനും നിസ്കരിക്കാനും അല്ലാണ്ട് അതിനു വേണ്ടിയിട്ട് അവര് പരിശ്രമിച്ചിരുന്ന് ആ തരത്തിൽ കേൾപ്പിച്ചു കൊടുത്തു അത്ര. അപ്പൊ ഇവരൊക്കെ എടുത്ത എഫേർട്ട് നമ്മൾ നോക്കണം. നമ്മൾക്ക് അതിന്റെ ഒരു കാലിന്റെ 1/4% പോലും നമ്മൾ എടുക്കുന്നില്ല അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നന്നായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ അബു മുഹമ്മദ് ഇബ്നു തിബ്ബാൻ അദ്ദേഹത്തിന്റെ എന്താ പറയാ തുടക്ക കാലഘട്ടത്തിൽ അതായത് പഠിക്കുന്ന തുടക്ക സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യായിരുന്നത്രേ, ആഹ് രാത്രി മുഴുവനായിട്ട് അദ്ദേഹം പഠിക്കും. രാത്രി സമയങ്ങളിൽ മുഴുവൻ, അതായത് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുമായിരുന്നത്രേ. അപ്പൊ ഫക്കാനത്ത് ഉമ്മുഹു, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിനോടുള്ള റഹ്മത്തും കാരണമായിട്ട്, അതായത് സ്നേഹം കാരണമായിട്ട് രാത്രിയുള്ള പഠനം, രാത്രിയുള്ള വായനയെ വിലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഉമ്മനെ അനുസരിക്കണമല്ലോ, ഉമ്മനെ അനുസരിക്കാതിരിക്കാനും പറ്റൂല. അപ്പൊ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫക്കാന യഖുദുൽ മിസ്ബാഹ്, അതായത് വിളക്ക് എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഒരു ജഫ്നന്റെ ഒരു വലിയ പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഈ ചെമ്പ് പാത്രമൊക്കെ പറയില്ലേ, വലിയ കുടം പോലത്തെ ചെമ്പ് പോലത്തെ പാത്രത്തിന്റെ അടിയിൽ എന്ത് വെക്കും, മിസ്ബാഹ് എടുത്ത് വെക്കും, വിളക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ജഫ്രിന്റെ അവിടെ, എന്നിട്ട് അത് അദ്ദേഹം ഉറങ്ങിയതുപോലെ കിടക്കും. എന്നിട്ട് ഫൈദ റഖദത്, ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞാല് അദ്ദേഹം ആ മിസ്ബാഹ് പുറത്തെടുത്തിട്ട് അഖ്ബല അല ദർസ്, അതായത് അദ്ദേഹം പഠിക്കാൻ തുടങ്ങുമായിരുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്. അതായത് അവരുടെ പഠനത്തോടുള്ള ആഗ്രഹവും ഇല്ല, ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ പറയുന്നത് പഠന സമയത്ത് തുടങ്ങുന്ന സമയത്തുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഇഷ്ടം പോലെ നമ്മള് ഉലമാക്കളുടെ, നമ്മളെ മുൻകഴിഞ്ഞ് പോയിട്ടുള്ള നമ്മളെ മുൻഗാമികളുടെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ വിഷയത്തിൽ അവരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. നമ്മളെക്കാളും ഈ ദീനിന്റെ വിഷയത്തില് ഉറപ്പായിട്ടും നമ്മളെക്കാളും മുകളിലുള്ള ഇങ്ങനെയുള്ള ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടതും, നമ്മൾ ആഗ്രഹിക്കേണ്ടതും, നമ്മൾ പരിശ്രമിക്കേണ്ടതും അല്ലെ. ദുനിയാവിൽ അങ്ങനെയല്ല. അപ്പം ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഷെയ്ഖ് ഇതില് പറയുന്നത് എന്താണ്, നമ്മൾ ഭൂമിയിലേക്ക് കാലുറപ്പിച്ചുകൊണ്ട് നമ്മൾ അറിവിന്റെ വിഷയത്തിൽ നമ്മളെ ഹിമ്മത്ത് എന്തായിരിക്കണം, അതായത് നമുക്കറിയാം ഏറ്റവും വലിയ നക്ഷത്രം സുറിയ നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ അത്രയും മുകളിലേക്ക് നമ്മൾ പോകണം എന്നാണ് ഷെയ്ഖ് അതിൽ പറയുന്നത്. അതായത് നമ്മളെ മനസ്സിൽ ദുനിയാവില് നമ്മൾ കാല് കുത്തിക്കൊണ്ട് നമ്മള് ഹിമ്മത്ത് എപ്പോഴും ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ നമ്മളുടെ ആഗ്രഹം എപ്പോഴും മുകളിലേക്കായിരിക്കണം, താഴേക്ക് പോകരുത്, മുകളിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരിക്കലും നമ്മളുടെ ശരീരം എപ്പോഴും എന്തായിരിക്കണം, ഒരു യുവാക്കളുടെയും മനസ്സ് ഒരു വൃദ്ധന്മാരുടെ മനസ്സും ആകാൻ പാടില്ല. എപ്പോഴും നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മളെ ഉമ്മമാർക്ക് അല്ലെ, മാഷാഅല്ലാ, എനിക്ക് തോന്നുന്നു ഹസ്ന മാം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഷാഅല്ലാ ഉമ്മമാരൊക്കെ ഭയങ്കര ഉഷാറാണ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. വെച്ചാൽ നിങ്ങൾ നല്ല പഠിക്കാൻ, അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയില്ലെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത മാഷാഅല്ലാ നിങ്ങൾക്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, നിലനിർത്തി തരട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും നന്നായി പഠിക്കാൻ പറ്റട്ടെ. അപ്പൊ നമ്മളെ ശരീരം ചിലപ്പോ എന്താ പറയാ നല്ല വയസ്സായിട്ടുണ്ടാവും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിൽ എന്തായിരിക്കണം, നമ്മൾ യുവാക്കൾ നമ്മളെ നമ്മളൊരു യുവത്വ സമയത്ത് നമ്മൾ കോളേജിലൊക്കെ പോയി നമ്മൾ നല്ല ഉഷാറായിട്ട് പഠിച്ചില്ലേ, നമ്മൾ ദുനിയാവിൻ്റെതായ പല വിദ്യാഭ്യാസങ്ങളും നേടി, പല കാട്ടിക്കൂട്ടലും നമ്മൾ കാട്ടി. അപ്പൊ നമ്മൾ ദീനിന്റെ വിഷയത്തിൽ ഇപ്പൊ നമ്മൾ വരുമ്പോൾ ഉമ്മമാരല്ലെങ്കിൽ പ്രയാസമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടതിന്റെ ശരീരത്തിന് മാത്രമേ വയസ്സായിട്ടുള്ളൂ, മനസ്സെന്തായിരിക്കണം ആ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. ആ ഒരു ഉഷാർ, ചെറുപ്പകാലത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് തലബുൽ ഇൽമിന്റെ വിഷയത്തിൽ നമുക്ക് പ്രായമായാലും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരിക്കലും നമ്മൾ അറിവ് നേടണം എന്ന ചിന്തയ്ക്ക് ഒരിക്കലും എന്തില്ല, വയസ്സാവാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മളെ കേരളത്തിലെ സിസ്റ്റേഴ്സ് അഹ്വാത്തുകൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ പൊതുവെ ഈ ഒരു കാറ്റഗറി എന്താണ്, വയസ്സായില്ലേ, എനിക്ക് പറ്റിയില്ല, എന്റെ മക്കൾ പഠിച്ചോട്ടെ, അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് പൊതുവെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. അവർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് അല്ല ഒരു മുഅ്മിനിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഒരു ശരിക്ക് ദീൻ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ മേലെ ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് വയസ്സായി, എനിക്ക് പഠിക്കാൻ പറ്റൂല, ആ ചിന്ത അത് ശൈത്താന്റെ വളരെ വലിയൊരു ഫിത്നയാണ് നമുക്ക് ഇട്ടുതരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് അറിവ് നേടുക എന്നുള്ളതിന് ഒരിക്കലും വയസ്സില്ല. വയസ്സ് അല്ലെങ്കിൽ നമ്മളെ പ്രായം അറിവ് നേടുന്നതിന് ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന ഒരു ചിന്താഗതി നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിൽ ദീനിന്റെ എന്താ പറയുക തെളിവുകൾ ഇതുപോലുള്ള കിതാബുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ചരിത്രങ്ങളിലൂടെയോ നമ്മൾ അവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും വേണം, ഇൻഷാ അള്ളാ. പിന്നീട് ഷെയ്ഖ് ഇതിൽ അവസാനമായിട്ട് പറയുന്ന പോർഷൻ എന്താണ്, ഒരു ചെറിയൊരു ബൈത്താണ്. അതായത് അബുൽ വഫ ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു അദ്ദേഹം പാടിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ 80 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു ബൈത്താണ് പിന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം എന്താ പറയാ ഫുഖഹാക്കൾ, ഹംബലി ഫുഖഹാക്കളിൽ പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാടിയ ഒരു ഒരു ബെയ്ത്ത്, അതൊരു എന്താ പറയാ കുറച്ചൊരു
സാഹിത്യത്തിൽ പാടിയൊരു കാര്യമാണ്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, അതായത് എന്റെ അസ്മിനും എന്റെ ഹസ്മിനും എന്റെ ഹുലുക്കിനും മാത്രമേ ഉള്ളൂ എന്തുണ്ട് അല്ല, പ്രായമായിട്ടില്ല, വയസ്സായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എന്റെ ദൃഢനിശ്ചയത്തിനോ എന്റെ തീരുമാനങ്ങൾക്കോ എന്റെ സ്വഭാവത്തിനോ എന്റെ ദീനിനോ ഒന്നും തന്നെ എന്തായിട്ടില്ല, വയസ്സായിട്ടില്ല. ആകെ വയസ്സായിട്ടുള്ള എന്താണ്, എന്റെ രോമങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക തരം കളർ വന്നു, അല്ലെങ്കിൽ ഒരു നിറമാറ്റം സംഭവിച്ചു എന്നല്ലാണ്ട് എന്റെ ദൃഢനിശ്ചയത്തിന് ഒരിക്കലും, അല്ലെങ്കിൽ എന്റെ ഹിമ്മത്തിന്, അറിവ് നേടണമെന്ന എന്റെ ആഗ്രഹത്തിന് ഒരിക്കലും എന്തായിട്ടില്ല, പ്രായമായിട്ടില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു 80കളിൽ അദ്ദേഹം പാടിക്കൊണ്ട് നടന്ന ഒരു ബെയ്ത്താണത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഇവിടെ ഷെയ്ഖ് സൂചിപ്പിക്കുന്നത്, നമ്മളുടെ ഹൃദയത്തിൽ ആ ഒരു ഹിമ്മത്ത്, ഇതുപോലുള്ള ഹിമ്മത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് അല്ലെ. നമ്മൾ എപ്പോഴും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ദീനിന്റെ വിഷയത്തിൽ നമുക്ക് വരുമ്പോ നമ്മളെ മുൻഗാമികളിലേക്കാണ് നമ്മൾ മാതൃക നോക്കേണ്ടത്. ദുനിയാവിന്റെ വിഷയമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും ഇല്ലേ, നമ്മളെ താഴെയുള്ള ആളുകളിലേക്കാണ് നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ നോക്കേണ്ടത് അല്ലെ. ദുനിയാവിന്റെ മറ്റ് സമ്പത്തുകളാവട്ടെ, മക്കളെ വിഷയമാവട്ടെ, ദുനിയാവിന്റെ ഏതൊരു കാര്യത്തിലും നമ്മളെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക, ഒരിക്കലും നമ്മളെ മുകളിലേക്ക് നോക്കരുത്. പക്ഷേ ദീനിന്റെ വിഷയം വരുമ്പോ, ദീനിയായ കാര്യങ്ങൾ അത് എന്തും ആയിക്കോട്ടെ, തലബുലാനുമായിക്കോട്ടെ, നമസ്കാരം ആയിക്കോട്ടെ, ഖുർആൻ പാരായണം ആയിക്കോട്ടെ, സദക്ക കൊടുക്കുന്നതാവട്ടെ, എന്തിനും നമ്മളെ മുകളിലുള്ള ആൾക്കാരില്ലേ, നമ്മളെക്കാളും നന്നായി ചെയ്യുന്ന, നമുക്ക് ഈ മാതൃക കാണിച്ചു തന്ന, ഇപ്പം ഈവൻ ഉലമാക്കൾ തന്നെ നമ്മൾ പറയുന്നില്ല, നമ്മളെ ചുറ്റും തന്നെ നല്ല രീതിയിൽ ദീനിന്റെ വിഷയത്തിൽ മുന്നേറുന്ന ആളുകൾ ഉണ്ടാവും. അവരായിരിക്കണം നമ്മളുടെ മാതൃക. അവരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, അവരെ പോലാകാൻ. ഈവൻ അവരെ നോക്കി അസൂയപ്പെടാൻ വരെ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, അവരിലേക്ക് നോക്കി നമ്മൾ അസൂയപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കണം, അവരെ പോലെ ആകാൻ എനിക്ക് പറ്റണമല്ലോ, എനിക്ക് അവരെ പോലെ എത്താൻ, എനിക്ക് അവരെ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റണം, നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവിടെ അസൂയ നമുക്ക് അവിടെ ഹലാലാകുന്നത് പോലും. അപ്പൊ ഇൻഷാ അല്ലാഹ് ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളെ മുകളിലുള്ള ആളുകളിലേക്ക്, നമുക്ക് മുന്നേയുള്ള മുൻഗാമികളിൽ നിന്ന് മാതൃക എടുത്തുകൊണ്ട് മുന്നേറാൻ പരിശ്രമിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം നന്നായിട്ട്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻഷാ അല്ലാഹ് എടുക്കണം. നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് നന്നായിട്ട് ഇറങ്ങണം. കംപ്ലീറ്റ് ആവത്തില്ല ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരു ജുസു അമ്മ നമുക്ക് നന്നായി പഠിക്കാൻ പറ്റണം. കാരണം ഒരുപാട് നമ്മളെ തസ്കീർ നൽകുന്ന ഒരു ജുസു ആണ്. നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്ന, ഒരുപാട്, സത്യം പറഞ്ഞാൽ ഒരുപാട് നമുക്കൊരു ഒരു ഭയം തോന്നുന്ന, വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും, ഒരുപാട് ഖിയാമത്ത് നാളിന്റെ വിഷയങ്ങളും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഒരു ജുസുവാണ് ജുസു അമ്മ. നമ്മളെ മക്കൾക്ക് കൂടുതലും ആളുകൾ പഠിക്കാൻ തുടങ്ങുന്നത് ജുസു അമ്മയിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ തഫ്സീർ പഠിക്കുന്നതിലൂടെ അറ്റ്ലീസ്റ്റ് നമ്മളെ നാടുകളിലെ ആളുകൾക്ക് എപ്പോഴും നമ്മൾ ഖുർആൻ നമസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്തുകൾ കൂടിയാണ് ജുസു അമ്മയിലുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇതിന്റെ മീനിങ് എത്രമാത്രം ഭയാനകമാണെന്നും, അല്ലെങ്കിൽ എത്രമാത്രം എന്താ പറയാ വിലപ്പെട്ടതാണെന്നും, അത് എത്രമാത്രം ആളുകൾ പഠിച്ചിരിക്കണം എന്നൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അതുപോലെ നമ്മളെ വീടുകളിൽ നമ്മളെ മക്കൾക്കല്ല, നിങ്ങൾ ഓരോ ഉമ്മമാരുമാണ് ഇൽമ നേടേണ്ടത്. നിങ്ങളിലൂടെയാണ് നല്ലൊരു തലമുറ വാർത്തെടുക്കപ്പെടേണ്ടത്. നമ്മളെ അക്കാദമി ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു റൂട്ടായിട്ടുള്ള നമ്മളെ വീടുകളിൽ നിന്ന് മക്കൾക്ക് ശരിക്ക് തർബിയത്ത് കിട്ടണം, ശരിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റണം, ശരിക്ക് ദീനിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവിടുന്ന് അവർ ക്ലിയർ ചെയ്ത് കൊടുത്താൽ പിന്നെ ദുനിയാവിന്റെ മറ്റെന്ത് ഫിത്തനകൾ അവരിലേക്ക് വന്നാലും അത് അങ്ങനെ അങ്ങോട്ട് ബാധിക്കൂല. മാത്രമല്ല, അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ തർബിയ ശരിക്ക് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഓരോ ഉമ്മമാരും, ഈ ഒരു മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇൻഷാ അല്ലാഹ് നന്നായി തലബുൽ ഇൽമിന്റെ വിഷയത്തിൽ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുകയും നല്ല രീതിയിൽ നല്ല ജിഹാദ് ചെയ്ത് നിങ്ങൾ മുന്നേറാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഭംഗിയായി, ഏറ്റവും ശരിയായ നിലയ്ക്ക്, ഏറ്റവും ഹക്കായ ദീൻ പഠിക്കാൻ, ഏറ്റവും ശരിയായിട്ടുള്ള ദീൻ മനസ്സിലാക്കാനും അത് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ഒരു നസീഹ സെഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്.